ഹലോ ഡിയർ സ്റ്റുഡൻസ്, നാഷണൽ അക്കാഡമിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ NIOS കെമിസ്ട്രിയിലെ 17th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ എസ് ബ്ലോക്ക് എലമെന്റ്സ്. നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെന്റ്സിനെയും ടോട്ടൽ എലമെന്റ്സിന് നമ്മൾ ഒരുപാട് ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അതിലെ ഫസ്റ്റ് ബ്ലോക്കാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS1 അല്ലെങ്കിൽ NS2 ആയിരിക്കും. അതായത് ഗ്രൂപ്പ് 1ലും 2ലും ആണ് നമ്മുടെ ഈ എലമെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് 1ൽ കാണപ്പെടുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ തന്നെ റുബീഡിയം, സീസിയം ആൻഡ് ഫ്രാൻസിയം. ഇത്രയും എലമെന്റ്സ് ആണ് ഗ്രൂപ്പ് 1ൽ കാണപ്പെടുന്നത്. അവരെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് 2ൽ കാണപ്പെടുന്നത് ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോണ്ടിയം, ബാരിയം ആൻഡ് റേഡിയം. ഇവരെ നമ്മൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ആൽക്കലി മെറ്റൽസ് എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ആയിരിക്കും. ആ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് കംപ്ലീറ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും. ആൽക്കലി മെറ്റൽസിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത് സോഡിയം, പൊട്ടാസ്യം ആയിരിക്കും. ഓക്കെ, ആൽക്കലി മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ദേ റെഡിലി ഫോം ദ യൂണിപോസിറ്റീവ് അയോൺസ്. അവർ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ റെഡിലി എന്ത് ഫോം ചെയ്യുന്നുണ്ട്? യൂണിപോസിറ്റീവ് അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പിൽ താഴേക്ക് പോവുകയാണെങ്കിൽ, ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഗ്രൂപ്പിൽ താഴേക്ക് പോവുകയാണെങ്കിൽ ദേ ഷോ എ സ്റ്റഡി ഇൻക്രീസിങ് ദ സയൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും അതിന്റെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ, വോൾ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ആൽക്കലി മെറ്റൽസ് ആണ് അല്ലെ. റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. അവർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് എന്തായിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ആൽക്കലി മെറ്റൽസിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ലിഥിയം ആണ്. ഈ ലിഥിയത്തിന്റെ റിയാക്ടിവിറ്റി, വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ലിഥിയം എന്ന് പറയുന്നത്. അത് അത്രയും ഹൈ റിയാക്റ്റീവ് ആകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്മോൾ സൈസും അതുപോലെ തന്നെ ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഈ രണ്ട് ഫാക്ടേഴ്സ് മൂലമാണ് അതിന് അത്തരം റിയാക്ടിവിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. ഇനി നമ്മുടെ എന്താണ് ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സിന്റെ ഒക്കെ ബേസിക് ക്യാരക്ടർ അതിന്റെ മെറ്റൽ അയോണിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ഹൈഡ്രജനുമായിട്ട് കൂടി ചേർന്നിട്ടാണ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ആൽക്കലി മെറ്റൽസ് ഹൈഡ്രജനുമായി കൂടി ചേർന്ന് എന്താ ഫോം ചെയ്യുന്നത്? ഹൈഡ്രൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൽക്കലി മെറ്റൽസ് ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ ഫോം ചെയ്യുന്നത്? ഹാലൈഡുകൾ ഫോം ചെയ്യുന്നത് അല്ലെ. ഒരു ആൽക്കലി മെറ്റൽ, ഇവിടെ M എന്ന് നമ്മൾ സിംബലൈസ് ചെയ്തേക്കുന്നത് ആൽക്കലി മെറ്റൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആൽക്കലി മെറ്റൽസ് ഹാലജനുമായി കൂടി ചേർന്ന് എന്താ ഫോം ചെയ്യുന്നത്? ഹാലൈഡ്സുകൾ ഫോം ചെയ്യും. ഹാലജൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അതായത് 17th ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ ഹാലജൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റും നെക്സ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് നോക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? നമ്മുടെ ലിഥിയം ആണ് അല്ലെ. ലിഥിയം ആരുമായിട്ടാണ് സിമിലാരിറ്റി കാണിക്കുന്നത്? സെക്കൻഡ് ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള മെഗ്നീഷ്യം ആയിട്ടാണ്. അപ്പൊ ലിഥിയം മെഗ്നീഷ്യം ആണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബെർലിയം, നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ബെർലിയം തേർഡ് ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള അലൂമിനിയം ആയിട്ടാണ് എന്ത് കാണിക്കുന്നത്? ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഓക്കെ, അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ക്യാരക്ടേഴ്സ്, ഒരുപാട് പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ലിഥിയത്തിന് മാത്രം കുറച്ച് അനോമലസ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ലിഥിയം സാൾട്ട് ലാർജ് പോളറൈസബിൾ ആനയോൺസ് ആണ്. ദേ ആർ ലെസ് സ്റ്റേബിൾ. മറ്റ് ആൽക്കലി മെറ്റൽസിനേക്കാളും സ്റ്റെബിലിറ്റി വളരെ കുറവാണ് ലിഥിയത്തിന്. അതുപോലെ തന്നെ ലിഥിയം എന്ത് ചെയ്യാണ്? റിയാക്ട് ഓൺലി വെരി സ്ലോലി വിത്ത് വാട്ടറുമായിട്ട് വളരെ സ്ലോലി ആണ് ലിഥിയം റിയാക്ട് ചെയ്യുന്നത്. ലിഥിയം കോമ്പൗണ്ടുകൾ എന്തായിരിക്കും? കൂടുതൽ കോവാലന്റ് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ലിഥിയത്തിന്റെ അനോമലസ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൽക്കലി മെറ്റൽസിലുള്ള കുറച്ച് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത് കാസ്റ്റ് കെർണൽ പ്രോസസ്സ് വഴിയാണ്. നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ,
സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കെമിക്കൽ നെയ്സ് റിയാക്ഷൻസ് നോക്കുകയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു വൈറ്റ് ഡെലിക്യുസൻ സോളിഡ് ആണ്. കോസ്റ്റിക് ആൻഡ് സ്ലൈമി ടച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് എന്ത് ചെയ്യും, വാട്ടറിൽ റെഡ്ലി ഡിസോൾവ് ചെയ്തിട്ട് വളരെ വിഗറസ് ആയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ് നോക്കുകയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മുടെ ലബോറട്ടറിയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാനും മറ്റ് അസിഡിക് ഗ്യാസുകളൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ലബോറട്ടറിയിലാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലി നമ്മൾ സോപ്പിന്റെ മാനുഫാക്ചറിങ്ങിനും നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് സോഡിയം കാർബോണേറ്റ്. സോഡിയം കാർബോണേറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് സോൾവേ പ്രോസസ്സ് വഴിയാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ മാനുഫാക്ചർഡ് ബൈ ദ അമോണിയ സോഡ അല്ലെങ്കിൽ സോൾവേ പ്രോസസ്സ്. അമോണിയ സോഡ അല്ലെങ്കിൽ സോൾവേ പ്രോസസ്സ് വഴിയാണ് നമ്മുടെ സോഡിയം കാർബോണേറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഫ്രീലി സോളിബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഫ്രീലി സോളിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് റിയാക്ട് വിത്ത് സം സാൾട്ട് ഇൻ എ സൊല്യൂഷൻ ആൻഡ് പ്രസിപ്പിറ്റേറ്റ് ദ കറസ്പോണ്ടിങ് കാർബോണേറ്റ്. അത് നമ്മുടെ സാൾട്ടുമായിട്ട് അല്ലെങ്കിൽ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് കാർബണേറ്റിന്റെ കറസ്പോണ്ടിങ് പ്രസിപ്പിറ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലബോറട്ടറിയിൽ ഇത് യൂസ് ചെയ്യുന്നത് വോളിമെട്രിക് ഏജൻസ് ആയിട്ടാണ് നമ്മുടെ സോഡിയം കാർബണേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസസിന്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഡിയം സാൾട്ടിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹാർഡ് വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സോഡിയം കാർബണേറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ദ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലൂടെ പാസ് ചെയ്യുക, കോൾഡ് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഓഫ് കറസ്പോണ്ടിങ് കാർബണേറ്റിലൂടെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തിട്ടാണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നോർമൽ ഓസ്മോട്ടിക് പ്രഷർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. അതുപോലെ തന്നെ നാനോ മസ്കുലർ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോ കാർബണേറ്റ് ആണ്. സോഡിയം ആൻഡ് പൊട്ടാസ്യം സാൾട്ട് കമ്പൈൻ ടു വീക്ക് ആസിഡ് ടു ഗിവ് ദ റെസ്പെക്റ്റീവ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ മാറ്റർ. അതായത് ഈ സോഡിയം ആൻഡ് പൊട്ടാസ്യം സാൾട്ടുകൾ നമ്മുടെ ആസിഡ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്ട്രാ സെല്ലുലാർ ഇൻട്രാ സെല്ലുലാർ മാറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിന്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് ആൽക്കലൈൻ മെറ്റൽസ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏതായിരുന്നു, സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ വരുന്നത് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോണ്ടിയം ആൻഡ് ബാരിയം. ഇതിന്റെ ഒക്കറൻസ് നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യം ആണ് സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ സീ. സീയിൽ കാണപ്പെടുന്ന സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഏതാണ്, മഗ്നീഷ്യം ആണ്. കാൽഷ്യം ഒക്കർ ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ആയിട്ടും അതുപോലെ തന്നെ മഗ്നീഷ്യം ഒക്കർ ചെയ്യുന്നത് ഡോളമൈറ്റ് ആയിട്ടുമാണ്. കാൽഷ്യം ഒക്കർ ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ആയിട്ടും അതുപോലെ തന്നെ വിത്ത് മഗ്നീഷ്യത്ത് കൂടി ചേർന്ന് മഗ്നീഷ്യം ഡോളമൈറ്റ് അല്ലെങ്കിൽ ഡോളമൈറ്റ് ആയിട്ടാണ് നമ്മുടെ കാൽഷ്യം മെയിൻലി കാണപ്പെടുന്നത്. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അവർ ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും. ആൽക്കലൈൻ മെറ്റലിനേക്കാളും ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്നത്. അവിടെ കെമിക്കൽ നേച്ചർ നോക്കുകയാണെങ്കിൽ ദേ ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ദ ആൽക്കലൈൻ മെറ്റൽ. ആൽക്കലൈൻ മെറ്റലിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് ആർക്ക്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഫോം ചെയ്യുന്നത് എന്താണ്, ഓക്സൈഡ്സുകളാണ് അല്ലെ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നമ്മുടെ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്തിട്ട് ഓക്സൈഡ്സുകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിന്റെ ബേസിക് ക്യാരക്ടർ, ഓക്സൈഡ്സിന്റെ ബേസിക് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ബെറിലിയത്തിൽ നിന്ന് ബാരിയത്തിലേക്ക് എത്തുന്നത് ആ ഒരു ഓർഡറിൽ അതിന്റെ ഓക്സൈഡ് ക്യാരക്ടർ ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ബെറിലിയം ഓക്സൈഡ്സ് അംഫോട്ടറിക് ആയിരിക്കും, മഗ്നീഷ്യം ഓക്സൈഡ്സ് വീക്ക്ലി ബേസിക് ആയിരിക്കും, വൈൽ കാൽഷ്യം ഓക്സൈഡ് മോർ ബേസിക് ആയിരിക്കും. ഓക്കെ, ബെറിലിയം ഓക്സൈഡ് അംഫോട്ടറിക് ആണ്, മഗ്നീഷ്യം ഓക്സൈഡ് വീക്ക്ലി ബേസിക് ആണ്, അതുപോലെ തന്നെ കാൽഷ്യം ഓക്സൈഡ് മോർ ബേസിക് ആയിരിക്കും. ഇനി ഇതിന്റെ സോളിബിലിറ്റി, അതായത് നമ്മുടെ കാർബണേറ്റ്സ്, നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കാർബണേറ്റിന്റെയും സൾഫേറ്റിന്റെയും സോളിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാർബണേറ്റിനെ കുറിച്ചിട്ടാണ്. കാർബണേറ്റ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് സ്പാരിംഗ്ലി സോളിബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സ്പാരിംഗ്ലി സോളിബിൾ ആയിരിക്കും എന്ത്, നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കാർബണേറ്റ്സുകളെ. ദേ ഡീകമ്പോസ് ഈ ഫീഡഡ് സ്ട്രോങ്ലി ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്ത് പോകും. ഇനി സൾഫേറ്റുകൾ നോക്കുകയാണെങ്കിൽ ദ സൾഫേറ്റ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആർ വൈറ്റ് സോളിഡ് സ്റ്റേബിൾ ടു ഹീറ്റ്.
വൈറ്റ് സോളിഡ്സ് ആയിരിക്കും. ഹീറ്റ് ചെയ്യുന്നത് വളരെ സ്റ്റേബിൾ ആണ്, നമുക്ക് ഹീറ്റ് ചെയ്യാം, അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൾഫേറ്റ്, നമ്മുടെ ബെർലിയത്തിന്റെ സൾഫേറ്റ്, മഗ്നീഷ്യത്തിന്റെ സൾഫേറ്റ് ഒക്കെ റെഡ്ലി സോളിബിൾ ആണ്. ദേ ആർ വെരി ഡിഫറെന്റ് ഫ്രം ദ അതർ മെമ്പേഴ്സ്. മറ്റ് മെമ്പേഴ്സിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മുടെ ബെർലിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെ ഒക്കെ സൾഫേറ്റുകൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ബെർലിയം ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? തേർഡ് ഗ്രൂപ്പിലെ അലൂമിനിയം ആയിട്ടാണ് ബെർലിയം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഇനി നമുക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ കുറച്ച് കോമ്പൗണ്ടുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ CaO എന്ന് പറയുന്നത്. കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ അറിയപ്പെടുന്നത് ക്യുക്ക് ലൈം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റോസ്റ്റിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇൻ ദ ലൈം കിന്നില് CaCO3 റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാൽഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, CaCO3 നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒക്കർ ഇൻ 2 ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോം. 2 ക്രിസ്റ്റലൈൻ ഫോമിൽ അത് ഒക്കർ ചെയ്യുന്നുണ്ട്. ആര്? കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ബോത്ത് ഫോമും ഒക്കർ ചെയ്യുന്നത് മിനറൽസ് ആയിട്ടാണ്. 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 2 ഫോമും ഒക്കർ ചെയ്യുന്നത് മിനറൽസ് ആയിട്ടാണ്. ഇനി നമ്മുടെ ലൈമിന്റെ യൂസസ് എന്തൊക്കെയാണ്? കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ലൈമിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഇൻ സ്റ്റീൽ മേക്കിംഗ് ടു റിമൂവ് ദ ഫോസ്ഫേറ്റ് ആൻഡ് സിലിക്കേറ്റ് ആസ് സ്ലാഗ്. സ്ലാഗ് ആയിട്ട് ഫോസ്ഫേറ്റിനെയും സിലിക്കേറ്റിനൊക്കെ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലൈമാണ്. അതുപോലെ തന്നെ ബൈ മിക്സിംഗ് വിത്ത് SiO2 ആയിട്ട് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ ക്ലേ ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് മേക്കിംഗിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്യുക്ക് ലൈം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ദ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് Mg2+ ആൻഡ് Ca2+. കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ്. മഗ്നീഷ്യത്തിന്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ദ അയോൺസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ആനിമൽ സെൽസിൽ മഗ്നീഷ്യത്തിന്റെ അയോൺസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ക്ലോറോഫിൽ, ഗ്രീൻ പാർട്സ് ഓഫ് എ പ്ലാന്റ്. പ്ലാന്റിന്റെ ഗ്രീൻ പാർട്സിൽ അതുപോലെ തന്നെ ക്ലോറോഫിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇനി കാൽഷ്യത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. കാൽഷ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി ഫ്ലൂയിഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. സെല്ലിന്റെ പുറത്ത് ബോഡി ഫ്ലൂയിഡിലാണ് നമ്മുടെ കാൽഷ്യം കാണപ്പെടുന്നത്. കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ടീത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ ബീറ്റിംഗ് ഓഫ് ഹാർട്ടിന്റെ റെഗുലർ ബീറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ കാൽഷ്യം. അപ്പൊ കാൽഷ്യം അതുപോലെ തന്നെ നമ്മുടെ മഗ്നീഷ്യം എന്ന് പറയുന്ന നമ്മുടെ ഈ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ബയോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എലമെന്റ്സ് ആണ് മഗ്നീഷ്യം, കാൽഷ്യം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ 2 ഗ്രൂപ്പുകളായിട്ടാണ് പഠിച്ചത്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഓരോ നെയിം ബൈ നെയിം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ പ്രോസസ്സുകളുടെയും ഓരോ റിയാക്ഷൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് പുതിയൊരു അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ സ്റ്റോപ്പ് ആക്കാം. ബൈ ബൈ.